ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമസ്കാരം. നിങ്ങൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ പലതരം വീഡിയോകൾ കാണാറില്ലേ? അതെ, നമ്മൾ എല്ലാവരും കാണാറില്ലേ? ചിലത് നമ്മളെ ചിരിപ്പിക്കും, ചിലത് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഈ വിശദമായ അന്വേഷണത്തിൽ നോക്കാൻ പോകുന്നത് നമ്മളെ കുറച്ചധികം ചിന്തിപ്പിക്കുന്ന ഒരു വൈറൽ വീഡിയോയെക്കുറിച്ചാണ്. ശരിയാണ്. ഒരുപക്ഷെ കുറച്ച് അസ്വസ്ഥമാക്കുന്ന ഒരു വീഡിയോ എന്ന് തന്നെ പറയാം. അതെ. നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയം തീർച്ചയായും അറിഞ്ഞിരിക്കണം. തെലങ്കാനയിലെ മേഡാരം ജാതറ എന്ന വലിയൊരു ഉത്സവവേദിയിൽ നടന്ന ഒരു സംഭവമാണിത്. വളരെ ഗൗരവമുള്ളൊരു വിഷയം. ഒരു സാധാരണ തെരുവ് കച്ചവടക്കാരനും തങ്ങൾ യൂട്യൂബർമാരാണെന്ന് പറഞ്ഞ് ക്യാമറയുമായി വന്ന കുറച്ചുപേരും തമ്മിലുണ്ടായ ഒരു പ്രശ്നം. അവിടെ ഉയർന്നു വന്ന ഫുഡ് ജിഹാദ് എന്നൊരു ആരോപണം. ഇതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായും. ഇപ്പോ ഈ സംഭവം നടന്ന സ്ഥലം അതൊരു ചെറിയ ഉത്സവപ്പറമ്പല്ല. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അതൊരു സാധാരണ തെരുവ് കച്ചവടം പോലെയാണ് തോന്നിയത്. പക്ഷേ ഇത് തെലങ്കാനയിലെ മേഡാരം ജാത്രയിലാണ് നടക്കുന്നത്, അല്ലേ? അതെ, മേഡാരം ജാത്ര. നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ വലിയൊരു സംഭവമാണത്. ഒന്ന് വിശദീകരിക്കാമോ? ഉറപ്പായും. തെലങ്കാനയിലെ മുളുഗു ജില്ലയിലാണ് ഈ ഉത്സവം നടക്കുന്നത്. 2 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു വലിയ ഗോത്രവർഗ ഉത്സവമാണിത്. ഇതിനെ സമ്മക്ക സാരലമ്മ ജാത്ര എന്നും വിളിക്കാറുണ്ട്. സമ്മക്ക സാരലമ്മ ജാത്ര. ഓക്കെ. ഇതൊരു സാധാരണ ഗ്രാമീണ ഉത്സവമല്ല ട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലുകളിൽ ഒന്നാണ്. ദശലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ എത്തുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ. അത്രയും വലിയൊരു ജനക്കൂട്ടം. അതെ. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ചുറ്റും മനുഷ്യരുടെ വലിയൊരു കടൽ, കനത്ത പൊടി, വലിയ ശബ്ദബഹളങ്ങൾ. അത്രയും തിരക്കുള്ളൊരു പൊതു ഇടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ ഒരു ചിത്രം മനസ്സിൽ വരുമ്പോൾ തന്നെ ഒരു ശ്വാസം മുട്ടല് തോന്നുന്നുണ്ട്. അത്രയും വലിയൊരു ജനസമുദ്രത്തിന് നടുവിലാണ് നമ്മൾ ഈ പറഞ്ഞ കച്ചവടക്കാരനെ കാണുന്നത്. ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിൽ നിന്നുള്ള ഷെയ്ഖ് ഷാവലി എന്ന വ്യക്തി. ഷെയ്ഖ് ഷാവലി. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് അദ്ദേഹം അവിടെ കോവ ബണ്ണ് വിൽക്കാനെത്തിയതായിരുന്നു. ഒരു മധുര പലഹാരം. അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു സഹായിക്കാൻ. അങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ അവിടെ വരുന്നത്. അതെ, അവിടെ നിന്നാണ് കാര്യങ്ങൾ മാറുന്നത്. ആ വന്നവർ പറയുന്നത് തങ്ങൾ ഒരു തെലുങ്ക് യൂട്യൂബ് ചാനലിൽ നിന്നാണ് എന്നാണ്. അവർ വന്നപാടെ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ പെട്ടെന്നുള്ള ചോദ്യം ചെയ്യലിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഉപഭോക്താവ് കടക്കാരനോട് സംസാരിക്കുന്ന രീതിയല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒരു ക്യാമറ ഓൺ ചെയ്ത് മുഖത്തേക്ക് പിടിച്ചുകൊണ്ട് വളരെ അധികാരസ്വരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ. ഒരുതരം വിചാരണ പോലെയല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു വിചാരണ. അവർ പെട്ടെന്ന് തന്നെ അയാളുടെ പേരും എവിടെ നിന്നാണ് വരുന്നതെന്നും ചോദിച്ചു. ആ വലിയ തിരക്കിനിടയിലും അദ്ദേഹം വളരെ ശാന്തനായി വലി സർ എന്നും മറുപടി നൽകുന്നുണ്ട്. വലി സർ. വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. താൻ കർണൂലിൽ നിന്നാണ് വരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതൊരു സാധാരണ സംഭാഷണമായിരുന്നില്ല. അതൊരു ഭീഷണിയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ ആ ബണ്ണുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും എക്സ്പയറി ഡേറ്റിനെക്കുറിച്ചും ഒക്കെ വളരെ വലിയ ശബ്ദത്തിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞത്? താനത് പുറത്തുനിന്നും വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണെന്നൊരു മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ കാലത്ത് ഭക്ഷണത്തിൽ മായം ചേർക്കുന്ന വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ടാകാം. പ്രത്യേകിച്ച് ആ പോവാ ബണ്ണിന്റെ വില വെറും 10 രൂപയാണ് അദ്ദേഹം ഈടാക്കിയിരുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇന്നത്തെ കാലത്ത് ഒരു ചായയ്ക്ക് പോലും 10-15 രൂപയുണ്ട്. അപ്പോൾ 10 രൂപയ്ക്ക് ഒരു മധുരപലഹാരം കിട്ടുമ്പോൾ അതിൽ മായമുണ്ടെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ തെറ്റുപറയാൻ പറ്റുമോ? വളരെ കൃത്യമായ ഒരു ചോദ്യമാണത്. പൊതുജനാരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സംശയം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരുവു കച്ചവടത്തിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് കൂടുതൽ വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്ന രീതിയാണോ? അതെ. എങ്ങനെയാണ് ഒരാൾക്ക് 10 രൂപയ്ക്ക് ഒരു ബണ്ണ് വിൽക്കാൻ കഴിയുന്നത്? അതൊരു വോള്യം ബിസിനസ്സാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരു സ്ഥലത്ത് ഒരു ബണ്ണിൽ നിന്ന് 2 രൂപ ലാഭം കിട്ടിയാൽ പോലും ആയിരക്കണക്കിന് ബണ്ണുകൾ വിൽക്കുമ്പോൾ അതൊരു വലിയ തുകയായി മാറും. അതാണ് അവരുടെ രീതി. അത് ശരിയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച്. ജനങ്ങൾക്ക് സംശയം ഉന്നയിക്കാം. പക്ഷെ അതിനൊരു രീതിയുണ്ടല്ലോ.
സംശയമുണ്ടെങ്കിൽ അതവിടെയുള്ള ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെയാണ് അറിയിക്കേണ്ടത്. അവർക്കത് ശാസ്ത്രീയമായി പരിശോധിക്കാം. അതെ, നിയമപരമായ ഒരു വഴിയുണ്ടതിന്. എന്നാൽ ഇവിടെ നടന്നത് അതല്ല. ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ക്യാമറ നോക്കി പറയുന്ന വരികൾ ആ റിപ്പോർട്ടിലുണ്ട്. ഇത് 10 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഇതിൽ എന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന്. വെറും വില കുറവായതുകൊണ്ട്? അതെ, യാതൊരു ശാസ്ത്രീയ പരിശോധനയുമില്ലാതെ വില കുറവായതുകൊണ്ട് മാത്രം അതിൽ വിഷമാണെന്ന് അവരങ്ങ് ഉറപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഈ ക്യാമറ വിജിലാന്റിസം എന്ന് വിളിക്കുന്നത്. ക്യാമറ വിജിലാന്റിസം, ആ വാക്ക് വളരെ കൃത്യമാണ്. എല്ലാവർക്കും ഫോണും ഇന്റർനെറ്റും കിട്ടിയപ്പോൾ എവിടെയും കയറിച്ചെന്ന് പരിശോധന നടത്താനുള്ള അധികാരമുണ്ടെന്നൊരു തോന്നൽ. ഈ മുൻവിധി അവിടെ തീരുന്നില്ല എന്നതാണ് പ്രശ്നം. അവരാ കച്ചവടക്കാരനെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതെ, വളരെ മോശമായ രീതിയിൽ. റിപ്പോർട്ടുകൾ പ്രകാരം ആ സംഘത്തിലൊരാൾ ഇങ്ങനെ പറയുന്നുണ്ട്: 100-ൽ വിളിച്ച് ഇയാളെ പോലീസിന് കൈമാറൂ, നിങ്ങൾ ഈ സാധനം കൊണ്ടുവന്ന് ആരെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു സാധാരണ കച്ചവടക്കാരൻ കൊലപാതക ശ്രമം നടത്തുന്ന ഒരാളായി മാറി. വളരെ ഗുരുതരമായ ആരോപണമാണത്. ഇതിന്റെ കൂടെയാണ് അവർ ആ വലിയ ആരോപണം ഉന്നയിക്കുന്നത്: ഫുഡ് ജിഹാദ്. ഈ വാക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. നിങ്ങൾ ഈ പശ്ചാത്തലത്തിൽ എന്താണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. വസ്തുതാപരമായി പറയുകയാണെങ്കിൽ ഈ ഫുഡ് ജിഹാദ് എന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റു സമുദായക്കാർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ബോധപൂർവം മായം ചേർക്കുന്നു എന്നൊരു തിയറിയാണ്. ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ശാസ്ത്രീയമായോ ഔദ്യോഗികമായോ യാതൊരു തെളിവുകളോ ഇതിനില്ല. എന്നിരുന്നാലും ഇന്റർനെറ്റിൽ ഇതൊരു വലിയ ചർച്ചാവിഷയമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ട രീതിയാണ്. അതായത് ആ സാഹചര്യത്തിൽ അതെങ്ങനെ ഉപയോഗിച്ചു എന്നത്. അതെ, ആ ബണ്ണിൽ എന്താണുള്ളതെന്ന് അവർക്കറിയില്ല. അവരത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അയാളുടെ പേര് വലി എന്നാണെന്ന് കേട്ടതും ആ ബണ്ണിന് 10 രൂപയാണെന്ന് കണ്ടതും ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. വെറും 2 കാര്യങ്ങൾ, പേരും വിലയും. അതെ, ഇത് മാത്രം വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ഒരാളുടെ മേൽ ഈ വലിയ ആരോപണം ചാർത്തുവാണ്. ഇവിടെയാണ് ഇതൊരു കേവലമായ കച്ചവടമെന്നതിൽ നിന്ന് മാറി വലിയൊരു പ്രശ്നമായി മാറുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതിലെത്തി കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഷോക്ക് തോന്നിയത് ഇതിനുശേഷം നടന്ന കാര്യങ്ങൾ വായിച്ചപ്പോഴാണ്. അയാളുടെ സ്വകാര്യതയിലേക്കുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമാണ് അവിടെ നടന്നത്. ആധാർ കാർഡിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അയാൾ യഥാർത്ഥത്തിൽ ആരാണെന്നും അയാളുടെ പശ്ചാത്തലം എന്താണെന്നും തെളിയിക്കാൻ ആ യൂട്യൂബർമാർ അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു അധികാരവുമില്ലാത്ത കുറച്ചു പേർ വന്ന് ഐഡന്റിറ്റി കാർഡ് പരസ്യമായി കാണിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് തികച്ചും ഒരു അനീതിയായ അധികാര പ്രയോഗമാണ്. അതാണ് ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത. ഒരു ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അത് പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് താൽക്കാലികമായൊരു അധികാരം ലഭിച്ചതായി തോന്നും. അവർ തന്നെ പോലീസും കോടതിയുമാകുന്ന അവസ്ഥ. അതെ, ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ ഒരു സമ്മർദ്ദം കൂടിയാകുമ്പോൾ ആ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തി പൂർണ്ണമായും നിസ്സഹായനാകും. അവിടെ ഒരു നിയമപാലകന്റെയോ സർക്കാരിന്റെയോ ആവശ്യമില്ലാതെയാണ് ഇവർ വിചാരണ നടത്തുന്നത്. എന്നാൽ അതിലും വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ആ റിപ്പോർട്ടിലുണ്ടല്ലോ. ആ ബണ്ണ് കഴിക്കാൻ നിർബന്ധിക്കുന്ന കാര്യമാണോ? അതെ, ആ ബണ്ണ് കഴിക്കാൻ സുരക്ഷിതമാണെന്ന് തെളിയിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചത് തിന്നാൻ ആ സംഘം അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. താൻ വിൽക്കുന്ന സാധനം വിഷമല്ലെന്ന് തെളിയിക്കാൻ അയാൾക്ക് സ്വന്തം ഭക്ഷണം കഴിച്ചു കാണിക്കേണ്ടി വരികയാണ്. എന്റെ ഈശ്വരാ, ആ മനുഷ്യൻ അത് ശരിക്കും ചെയ്തുവോ? അത്രയും വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് അയാൾക്കത് ചെയ്യേണ്ടി വന്നോ? ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. ആ ബണ്ണ് കഴിക്കുന്നതിനിടയിൽ അതിലുണ്ടാക്കിയ ചേരുവകൾ എന്തൊക്കെയെന്നും അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ചേരുവകൾ? പാൽ, പഞ്ചസാര, ബോംബെ റവ എന്നിവയാണത് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചേരുവകൾ മാത്രം. കറയുള്ളൂ? അതെ. എന്നിട്ടും ആ ഭീഷണിയും ചോദ്യം ചെയ്യലും അവിടെ അവസാനിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരു സാധാരണ പൗരൻ തന്റെ ഉപജീവനത്തിനായി നടത്തുന്ന കച്ചവടത്തിനിടയിൽ ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് എത്രത്തോളം ഭയാനകമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. സത്യത്തില് ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ സംഭവം മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു. സ്വാഭാവികമായും വീഡിയോ വളരെ വേഗം വൈറലായി. ഇത് പുറത്തു വന്നതോടെ വലിയ ചർച്ചകൾക്കാണ് ഇന്റർനെറ്റിൽ തുടക്കമായത്.
ഇതിൽ ആളുകളുടെ പ്രതികരണം രണ്ട് തട്ടിലായിരുന്നു അല്ലേ? അതെ, തികച്ചും വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു. ചിലർ ഈ യൂട്യൂബർമാരെ വലിയ ഹീറോകളായി കണ്ടു. വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ഇവർ കണ്ടുപിടിച്ചത് എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ മറുഭാഗത്ത് വളരെ ശക്തമായ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ വിമർശനങ്ങളുടെ പ്രധാന അടിസ്ഥാനം? സോഷ്യൽ മീഡിയയിലെ ആ ചർച്ചകൾ പ്രധാനപ്പെട്ട ചില സാമൂഹിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചത്. ഒന്നാമത്തേത് ഈ സദാചാര പോലീസിംഗ്. അതായത് സ്വന്തമായി വിചാരണ ചെയ്യുന്ന പ്രവണത. അതെ, തങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അധികാരികളെ അറിയിക്കുന്നതിന് പകരം സ്വന്തമായി ക്യാമറയും വെച്ച് ഒരു വ്യക്തിയെ പരസ്യമായി വിചാരണ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യം ഉയർന്നു. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച ആ വർഗീയപരമായ വേർതിരിവുകളാണ്. വെറുമൊരു വിലക്കുറവിന്റെ പേരിൽ ആ വ്യക്തിയുടെ പേരുകൂടി ചേർത്തുവെച്ച് ഫുഡ് ജിഹാദ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് തികച്ചും തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്ന് ഒരുപാട് പേർ ചൂണ്ടിക്കാണിച്ചു. വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ തന്നെയാണത്. ഇവിടെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്ന രീതി ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു സംഘർഷമുള്ള വീഡിയോകൾക്കാണ് എപ്പോഴും കൂടുതൽ കാഴ്ചക്കാരെ ലഭിക്കുന്നത്. അതെ, വ്യൂസ് കൂട്ടാനുള്ളൊരു തന്ത്രം കൂടിയാണത്. അപ്പോൾ ഇത്തരം കണ്ടന്റ് ക്രിയേറ്റർമാർ മനഃപൂർവ്വം ആളുകളെ പ്രകോപിപ്പിക്കാനും പ്രശ്നമില്ലാത്ത കാര്യങ്ങളെപ്പോലും വിവാദങ്ങളാക്കി മാറ്റാനും ശ്രമിക്കും. കാരണം അവർക്ക് വേണ്ടത് ജനങ്ങളുടെ ആരോഗ്യത്തെക്കാൾ ഉപരി ആ വീഡിയോയ്ക്ക് ലഭിക്കുന്ന വ്യൂസാണ്. ഏറ്റവും എളുപ്പത്തിൽ ഇവർക്ക് ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള സാധാരണ തെരുവ് കച്ചവടക്കാരെയാണ്. വളരെ ശരിയായ ഒരു പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിൽ നിയമപരമായി എന്തെങ്കിലും നടപടികൾ പിന്നീടുണ്ടായോ? ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ഥിതിക്ക് അവരൊരു പരാതിയെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടാകുമല്ലോ. അവിടെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം കിടക്കുന്നത്. ഈ സംഭവത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗിക പരാതി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിൽ നിന്നോ അധികാരികളിൽ നിന്നോ യാതൊരു വിശദീകരണവും വന്നിട്ടില്ല. അതായത് പരാതിയൊന്നുമില്ലേ? ഇല്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അങ്ങനെയൊന്നുമില്ല. അതായത് വീഡിയോ എടുത്തു, അത് വൈറലാക്കി, ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു. പക്ഷേ ആ ഭക്ഷണത്തിൽ മായമുണ്ടോ എന്ന് പരിശോധിക്കാനോ തങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ ഒരു നിയമപരമായ നടപടി എടുക്കാനോ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വരുന്നു. ലക്ഷ്യം പ്രശ്നപരിഹാരമായിരുന്നില്ല. അതെ, ലക്ഷ്യം ആ വീഡിയോയിലൂടെ ലഭിക്കുന്ന ശ്രദ്ധയും കാഴ്ചക്കാരുമായിരുന്നു. ഇതൊരു വലിയ സാമൂഹിക പ്രവണതയുടെ സൂചനയാണ്. ക്യാമറകൾ ഒരുതരം ആയുധമായി മാറുകയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കേൾവിക്കാർക്കായി ഒന്നുകൂടി ചുരുക്കി പറയാം. തീർച്ചയായും. ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന മേടാരം ജാതറ എന്ന വലിയൊരുത്സവ വേദിയിൽ വെച്ച് നടന്ന ഒരു സംഭവം. 10 രൂപയ്ക്ക് കോവ ബണ്ണ് വിൽക്കുകയായിരുന്ന ഷെയ്ഖ് ഷേഖ്ഷാവലി എന്ന കച്ചവടക്കാരനും യൂട്യൂബർമാരാണെന്ന് പറഞ്ഞുവന്ന ഒരു സംഘവും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ. ഭക്ഷണത്തിൽ മായമുണ്ടെന്നും അത് വിഷമാണെന്നും ആരോപിച്ച് അവർ ഫുഡ് ജിഹാദ് എന്ന വാക്കുപയോഗിച്ചു. അതെ, വളരെ മോശമായ രീതിയിലുള്ള ഒരു ആരോപണം. നിരപരാധിത്വം തെളിയിക്കാൻ ആ കച്ചവടക്കാരന് ആധാർ കാർഡ് കാണിക്കേണ്ടി വന്നു. സ്വന്തം ഭക്ഷണം ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് കഴിച്ചു കാണിക്കേണ്ടി വന്നു. എന്നാൽ ഇത്രയൊക്കെ ബഹളങ്ങളുണ്ടായിട്ടും ഇതൊരു ഔദ്യോഗിക പരാതിയായി മാറിയില്ല എന്നതും നമ്മൾ കണ്ടു. ഈ വിവരങ്ങളൊക്കെയാണ് ആ വാർത്താ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പരമാവധി വിശദമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു വിഷയം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും പറയൂ. ക്യാമറയ്ക്ക് മുന്നിലെ വിചാരണയായി മാറാം എന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കയ്യിലൊരു സ്മാർട്ട് ഫോണും കുറച്ച് അനുയായികളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും വിചാരണ ചെയ്യാമെന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. അതെ, അതൊരു ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയും അവകാശങ്ങളും വ്യൂസ് കിട്ടാൻ വേണ്ടി കാറ്റിൽ പറത്തുമ്പോൾ നമ്മൾ ദിവസവും ഇടപെടുന്ന ഈ പൊതു ഇടങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ്? ഇത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിന്റെ പരസ്പര വിശ്വാസത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ പ്രസക്തമായ ഒരു ചിന്തയാണത്. വിവരങ്ങൾ അറിയുക എന്നത് മാത്രമല്ല, അത് നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഈ ഒരു വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും പുതിയ കാലത്തെ പ്രവണതകളെക്കുറിച്ചും നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ ഒരു രൂപം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.